കൊച്ചിയിൽ ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ ചേർത്തത് 83 അതിഥി തൊഴിലാളികളെയാണ്. ഇതിനോട് ചേർന്നുള്ള വീടിന്റെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 36 അതിഥി തൊഴിലാളികളാണ്. കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടംവേലിയിലാണ് ഈ സംഭവം. ഇങ്ങനെ വോട്ട് ചേർത്തതിന്റെ തെളിവുകൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും വ്യാപക ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. വിദേശത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പട്ടികയിൽ 400 സ്ക്വയർ ഫീറ്റുള്ള അടച്ചിട്ട കെട്ടിടത്തിൽ 83 വോട്ടുകൾ ചേർത്തത്. ഇങ്ങനെ വോട്ട് ചേർക്കപ്പെട്ടവരെല്ലാം അതിഥി തൊഴിലാളികളാണ്. പലരും കരാർ ജോലികൾക്കായി ഇവിടെ എത്തിയവരുമാണ്. സ്ഥിര താമസക്കാരല്ലാത്ത ഇത്തരം തൊഴിലാളികളുടെ വോട്ട് എങ്ങനെ പട്ടികയിൽ ചേർത്തു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏത് ഒരു പഴയ കെട്ടിടമാണെന്നാണ് കോർപ്പറേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അത് 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം പഴയ കെട്ടിടം പൊളിച്ചു കളഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഒരു 3 കൊല്ലത്തിന് മുമ്പ് അവിടെ ടാക്സ് അടച്ചായിട്ട് അറിയാൻ സാധിച്ചു. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പല നോർത്ത് ഇന്ത്യൻ ആളുകളുടെ പേരുകളാണ് വന്നിരിക്കുന്നത്. എങ്ങനെ വന്നു എന്താണെന്ന് അറിയില്ല. അവിടുത്തെ ആളുകൾ ഈ ആൾക്കാർ അറിയാനും പാടില്ല. പ്രാഥമിക പരിശോധനയിൽ ഇവർക്കെല്ലാം സ്വന്തം സംസ്ഥാനത്തും വോട്ടുണ്ട്. നിലവിൽ കോൺഗ്രസ് ആണ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ആരോപണം BJP ഉന്നയിച്ചു. കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ 400-ലധികം കള്ളവോട്ടുകൾ ചേർത്തെന്നാണ് ആരോപണം. 24 കൊച്ചി.